പ്രസംഗങ്ങൾ ധാരാളം നമ്മൾ കേൾക്കുന്നവരാണ്. അപ്പോൾ ഒരു പുതിയ പ്രസംഗം അല്ലെങ്കിൽ വേറൊരു രീതി അതൊന്നുമല്ല. പിന്നെ ഈ കുടുംബസംഗമം ചേർക്കാൻ ഒരുപാട് പണിയുണ്ട്. ധാരാളം അധ്വാനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത്തരം കുടുംബക്കാർ ഇവിടെ കൂട്ടിയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് പ്രസംഗങ്ങൾ കുടുംബസംഗമങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഞാൻ എൻ്റെ കുടുംബത്തെ കൂട്ടിയിട്ടുള്ളത്. അത് ഇതുപോലെയുള്ളൊരു ഹാളിൽ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടനത്തിൽ മുഖ്യാതിഥിയായി ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിപ്പാടിനെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. അത് സംഘടിപ്പിച്ചപ്പോഴാണ്, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബക്കാരും സംഘടിപ്പിച്ചപ്പോഴാണ് ഏകദേശം ഒരു 10ഓളം വിവാഹത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തതിനേക്കാൾ വലിയ പണിയാണ് ഒരു കുടുംബസംഗമം ചേർക്കൽ. നമ്മളെ വീട്ടിലൊരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പം മൊബൈൽ ഫോണിൽ വിളിച്ചാലും ആളുകൾ കല്യാണത്തിന് പങ്കെടുക്കും. പഴയ ശാഠ്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ കുടുംബസംഗമം എന്ന് പറഞ്ഞാൽ നേരിട്ട് തന്നെ പോയിട്ട് ക്ഷണിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കുടുംബക്കാർ മാറിയിട്ടുണ്ട്. ഞാൻ മുക്കൻ കുടുംബത്തെക്കുറിച്ചല്ല പറയുന്നത്, പൊതുവെയുള്ള കുടുംബത്തിൻ്റെ ഗതികളെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ തന്നെ ഈ കുടുംബസംഗമത്തിൻ്റെ രാവിലെ പോലും ഇതിലും പല ആളുകളും നിങ്ങളിലുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഇന്നും വിഷമത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരുണ്ടാവും. കാരണം ഭാര്യനോട് പറയുമ്പോൾ ഭാര്യ പറയാതെ നിങ്ങളെ കുടുംബസംഗമല്ലേ, നിങ്ങൾ പൊയ്ക്കോളി, ഞാനില്ല എന്ന് പറയും. അതോടുകൂടി നമ്മുടെ എല്ലാ മനസ്സും എന്താവും, ചത്തുപോകും. അങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. ആ സന്ദർഭത്തിൽ പോലും ചിലപ്പോൾ അതിൽ നിന്ന് വഴിമാറും. പിന്നെ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവനെവിടെ വെച്ച് കണ്ടുമുട്ടേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒരാളെങ്കിലും മിസ്സാവും. അങ്ങനെയും ചിലപ്പോൾ ഉണ്ടാവും. കല്യാണ വീട്ടിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് ബിരിയാണി കഴിച്ച് പോകുന്നത് പോലെയല്ല, കുടുംബസംഗമത്തിൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഒരു 60 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇവിടെ ആദരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആകെ 69 വയസ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരില്ല, കാരണം എനിക്ക് 70 ആയിട്ടില്ല, അതുകൊണ്ട് ആദരവ് കിട്ടൂല എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളെ കൊണ്ട് കുടുംബസംഗമത്തിൽ ചില ആളുകൾ പങ്കെടുക്കാറില്ല. പിന്നെ ചില ആദർശവാദികൾ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ, കാരണം കുടുംബസംഗമം കൊണ്ട് ഒരുപാട് നന്മയുണ്ട്, ചില ദോഷങ്ങളുമുണ്ട്. ദോഷങ്ങൾ ഞാൻ അധികം പറയുന്നില്ല, നന്മകൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ പങ്കെടുക്കുന്നത്. പഴയ കാലഘട്ടത്തിൽ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നൊരു കാലമുണ്ടായിരുന്നു. 1920-21 കാലഘട്ടങ്ങളിൽ ഇവിടെ മലബാർ കലാപങ്ങളൊക്കെ നടന്ന സമയത്ത് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ചില തറവാട്ടുകാർക്ക് അവർ മഹിമ കൊടുക്കുകയും ചില തറവാട്ടുകാരെ ഇകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുകഴ്ത്തി പറഞ്ഞ തറവാട്ടുകാർക്കൊക്കെ ഖാൻ ബഹദൂർ പട്ടവും ഹൈന്ദവരായ കുടുംബക്കാർക്ക് റാം ബഹദൂർ പട്ടവും കൊടുക്കുകയുണ്ടായി. അത് ചരിത്രമാണ്, കേരള ചരിത്രമാണ്. ചില കുടുംബക്കാരെ ബ്രിട്ടീഷുകാർ എന്നും കാത്തിട്ടുണ്ട്. അതേതൊക്കെ കുടുംബക്കാർ എന്ന് നമ്മൾ പറയുന്നില്ല. ചില കുടുംബക്കാരെ അറുതി വരുത്തിയിട്ടുമുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട കുറേ ആളുകൾ അത്തരം ഇകഴ്ത്തിയ കുടുംബത്തിലെ മെമ്പർമാരായിരുന്നു. എല്ലാ ആളുകളെയും ആൻഡമാനിലേക്ക് നാട് കടത്തിയിട്ടില്ല. ചില സ്പെഷ്യലായിട്ടുള്ള കുടുംബത്തിന്, അത് കേരള ചരിത്രം പരിശോധിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആരൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരോട് അനുകൂലമായി നിന്നത്, ആരൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരോട് പ്രതികൂലമായി നിന്നത്. ആളുകൾ അറിയാതെയും നിന്ന് പോന്നിട്ടുണ്ട്. ഇപ്പം മമ്പ്രം തങ്ങളുടെ പിന്നെ അതുമായി ബന്ധപ്പെട്ട വാർഷിക പരിപാടിയൊക്കെ മിനിയാന്ന് 4 നാളൊക്കെ ആയിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. മമ്പ്രം തങ്ങളുടെ മകൻ ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്താൻ വേണ്ടി ഇവിടുത്തെ ചില കുടുംബക്കാർ തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് ചരിത്രമാണ്. അത് നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കേണ്ട. നിങ്ങൾ KKN കുറുപ്പിൻ്റെ അടുക്കലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ അത്തരത്തിലുള്ള വലിയ ഹിസ്റ്റോറിയൻസിൻ്റെ അടുക്കൽ പോയാൽ അവർ വിശദീകരിച്ചത് പറഞ്ഞു തരും. ആലി മുസ്ലിയാരെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെയും വെടിവെച്ച് കൊല്ലാനും തൂക്കിലേറ്റാനും ഇവിടെയുള്ള ചില ആളുകൾ തന്നെ ഒപ്പുവെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം ചില കുടുംബക്കാരെ പുകഴ്ത്തുകയും ചില കുടുംബക്കാരെ ഇകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അന്ന് പ്രതാപികളായ ചില കുടുംബക്കാരുണ്ടായിരുന്നു. ആ കുടുംബക്കാർക്ക് വലിയ ഡമ്പുമുണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു അവസ്ഥ ഈ കാലഘട്ടത്തിൽ കയറി വരുന്നുണ്ടോ എന്ന് ചില കുടുംബസംഗമങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കായൽമഠത്തിൽ എന്ന് പറയുന്നൊരു കുടുംബത്തിലാണ്, നിങ്ങൾ മുക്കൻ കുടുംബമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നതാണ് കായൽമഠമാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാർ ഈ പ്രവിശ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമെന്ന്. ഞാൻ എന്നെക്കുറിച്ച് വായിക്കാൻ തുടങ്ങിയാൽ ഞാനൊരു വളരെ മോശക്കാരനായി പോകും. ഇതേപോലെ തന്നെ മുക്കൻ കുടുംബമാണ് ഏറ്റവും പ്രതാപമുള്ളത് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് അവസാനം നമ്മൾ വിശാലമായി ലോകത്തിലെ ഏകദേശം 168 രാജ്യങ്ങളിലേക്കും നമ്മുടെ വിശാലമായ ഹൃദയത്തെ കൊണ്ടുപോകുന്നതിന് പകരം നമ്മുടെ മുക്കൻ കുടുംബത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ചുരുക്കിക്കെട്ടും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ദോഷകരമായ ഭാഗമാണ്.
പക്ഷെ അതങ്ങോട്ട് ഒഴിവാക്കിയാൽ, ഇപ്പം മുക്കൻ കുടുംബം ഒരു തറവാടിത്തമുള്ള കുടുംബമാണ്. ഇങ്ങനെയുള്ള കുടുംബക്കാർ ആ ഒരു ചിന്താഗതിയെ, ഞങ്ങൾ തറവാട്ടുകാർ, മറ്റുള്ളവരൊക്കെ അത്ര തറവാടില്ലാത്തവർ എന്നുള്ള ചിന്താഗതി നിങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ അതിനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ കുടുംബ സംഗമം ഏറ്റവും സുന്ദരമായൊരു സംഗമമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ സംഗമങ്ങൾ കൂടിയിട്ടാണ് ഇതിൽ വീടില്ലാത്തവർക്ക് വീടുണ്ടാവുക, ഇതിൽ രോഗികളായ ആളുകൾക്ക് ചികിത്സാശാസ്ത്രം ഉണ്ടാവുക, അല്ലെങ്കിൽ ചികിത്സക്ക് എന്തെങ്കിലുമൊക്കെ വകുപ്പുണ്ടാവുക. ഇങ്ങനെ കൂടിയിട്ടാണ് സത്യത്തിൽ സക്കാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിരിച്ചെടുത്ത് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുക. സദക്ക എന്ന് പറഞ്ഞാൽ സത്യവൽക്കരിക്കുക എന്നാണ് അർത്ഥം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, സദക്ക എന്ന് പറഞ്ഞാൽ ദാനം എന്നല്ല അർത്ഥം. ദാനം എന്നതിന് അർത്ഥമേ ഇല്ല. ഞാൻ ഗസാലി റഹ്മത്തുള്ളാഹിയുടെ വാക്കാണ് പറയുന്നത്. സദക്ക എന്ന് പറഞ്ഞാൽ സത്യവൽക്കരിക്കുക എന്നാണ് അർത്ഥം. എന്താണ് ആ സത്യവൽക്കരിക്കൽ? സമ്പത്തുള്ളവൻ സത്യവൽക്കരിക്കണം, ഈ സമ്പത്ത് എൻ്റേതല്ല എന്ന്. അങ്ങനെ സത്യവൽക്കരിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അതിൻ്റെ പേരാണ് സദക്ക. അപ്പോൾ സിദ്ഖിൽ നിന്നാണ്, സത്യം എന്നതിൽ നിന്നാണ് സദക്കയുണ്ടായത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ സമ്പത്ത് എൻ്റേതല്ല, ഞാൻ മാത്രം വലിയ വീട് വെച്ച്, ഞാൻ മാത്രം വലിയ അവസ്ഥയിൽ കഴിഞ്ഞ്, ഞാൻ മാത്രം വലിയ കാറ് വാങ്ങി, എൻ്റെ കുടുംബത്തെ മുഴുവനും നോക്കാതെ ഞാൻ മാത്രം വളരുന്നൊരവസ്ഥക്ക് സദക്കയ്ക്ക് എതിരാണ്, അഥവാ ദാനധർമ്മങ്ങൾക്കെതിരാണ്. അങ്ങനെ ആരെങ്കിലും അതിനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് സ്വർഗത്തിൻ്റെ വാസന പോലും ഉണ്ടാവുകയില്ല എന്ന് ഹദീസിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു ഉസ്താദ് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരുന്നതൊരു ഹദീസായിരുന്നു. എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് ആദ്യത്തെ വചനം കിട്ടി, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നത് കിട്ടിയിട്ട് സമ്മിലൂനി യാ ഖദീജ, ഖദീജ ബീവിയുടെ പേര് പറഞ്ഞുകൊണ്ട് എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഓടുകയുണ്ടായി. ചരിത്രം നമുക്കറിയാം. അങ്ങനെ പനി പിടിച്ച് ബേജാറായി കിടക്കുകയുണ്ടായി. നുബുവത്തായിരുന്നു അത്. ആ സമയത്ത് ആശ്വാസവചനം പോലെ നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കുകയില്ല, നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കൽ പോകുന്നതിന് മുമ്പേ, അതാരാണെന്ന് നമ്മൾ ചരിത്രത്തിലൂടെ പഠിക്കേണ്ടതാണ്. അന്നത്തെ ഒരു മഹാപണ്ഡിതൻ്റെ അടുക്കൽ പോയിട്ടാണ് ഖദീജ ബീവിയാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അതിനു മുമ്പേ ആശ്വാസവചനം പോലെ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും പ്രത്യേകമായി എടുത്തു പറഞ്ഞത്, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വിപത്തുകൾ വരികയില്ല എന്നാണ്. അതൊരു സത്യസന്ധമായ കാര്യമാണ്. കാരണം കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവർക്ക് വിപത്തുകൾ വരാൻ പ്രയാസമാണ്. കുടുംബത്തിൽ എല്ലാവർക്കും അതിന് സാധിക്കുകയില്ല. ചില സ്ത്രീകൾ അവരുടേതായ ലോകത്തിലേക്ക് ഒതുങ്ങാറുണ്ട്. ഐസൊലേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ സൈക്കോളജിയിൽ അതിന് പറയും. ഇവിടെ കുറേ പ്രായം ചെന്ന സ്ത്രീകളും പ്രായം ചെന്നവരൊക്കെ ഉണ്ടായതുകൊണ്ട് സൈക്കോളജിയുടെ ടേമുകൾ അധികം ഉപയോഗിക്കുന്നില്ല. ഐസൊലേറ്റഡ് പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നിലേക്ക് ഒതുങ്ങിക്കൂടിയ വ്യക്തിത്വം എന്നതാണ്. ജീവിതത്തിലൊരർത്ഥവുമില്ലാതെ കുറേ പുട്ടുണ്ടാക്കലും, കുറേ കഞ്ഞി കുടിക്കലും, കുറേ ചോറ് കഴിക്കലും, തൻ്റെ മക്കൾക്ക് എണ്ണ തേച്ച് കൊടുക്കലും, അങ്ങനെ തങ്ങളുടെ മക്കളോടൊപ്പം തന്നെ അങ്ങനെ നാട് നീങ്ങലും, ഇതാണ് ചില ആളുകളുടെ ഉദ്ദേശ്യമെങ്കിൽ അവരൊരിക്കലും ഒരു കുടുംബത്തോട് ബന്ധപ്പെട്ട ആളല്ല. വീട്ടിലിരിക്കുമ്പോൾ അമ്മായിമ്മ ഇപ്പുറത്തുണ്ട്, അമ്മോശനപ്പുറത്തുണ്ട്, മൂത്തശ്ശി അപ്പുറത്തുണ്ട്, നാത്തൂനിപ്പുറത്തുണ്ട്. ആരോടും ബന്ധമില്ലാതെ തൻ്റേതായ റൂമിൽ ഒതുങ്ങിക്കഴിയുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർ ജനിച്ചിട്ട് തന്നെ കാര്യമില്ല എന്നതാണ്, അല്ലെങ്കിൽ ജീവിച്ചിട്ട് തന്നെ കാര്യമില്ല എന്നതാണ്. കാരണം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അവനവൻ്റെ വീട്ടിലുള്ള ആളുകളോട് ബന്ധമില്ല എങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്താണ് അർത്ഥമുള്ളത്? അതും കഴിഞ്ഞ് അയൽപ്പക്കത്തോടാകണം, അതും കഴിഞ്ഞിട്ട് അന്യ സ്റ്റേറ്റിനോടാകണം, അതും കഴിഞ്ഞിട്ട് അന്യ രാജ്യത്തോടാകണം. മനുഷ്യൻ വിശാലമായി ചിന്തിക്കുമ്പോഴാണ് വിശാലമായ കാഴ്ചപ്പാടുണ്ടാവുക. ബ്രോഡനിങ് മൈൻഡ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ സാധാരണ പറഞ്ഞു വരുന്നത്. ബ്രോഡനിങ് മൈൻഡ് എന്ന് പറഞ്ഞാൽ വിശാലമായ മനസ്സുള്ള ആൾ എന്നതാണ്. ആ വിശാല മനസ്സ് എപ്പോഴാണോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, അപ്പോഴാണ് നമ്മൾ കുടുംബിനി അല്ലാതാകുന്നത്. പ്രത്യേകിച്ച് കുടുംബനാഥന്മാർ. ഇതിൽ മിക്ക ആളുകളുടെയും റേഷൻ കാർഡിലെ ആദ്യത്തെ പേര് ഇപ്പോൾ സ്ത്രീകളുടേതാണ്. കാരണം സർക്കാർ അങ്ങനെ ഒരു നിയമം എടുത്തിരിക്കുക. ആണുങ്ങളുടെ പേരൊക്കെ മാറ്റിയിട്ട് അതൊക്കെ താഴത്തോട്ടാക്കിയിട്ട് റേഷൻ കാർഡ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ജാള്യത തോന്നും. ആദ്യത്തെ പേര് ആ വീട്ടിലെ ഉമ്മയുടെ പേരാണ്. കുടുംബനാഥ എന്ന് കൊടുത്തിട്ടുണ്ടാകും. മുമ്പൊക്കെ കുടുംബനാഥനായിരുന്നു. ഇപ്പം അത് മാറ്റി മാറ്റി സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം തരുന്നു, മാറി മാറി വരുന്ന സർക്കാരുകൾ ഓരോന്നും. അപ്പം കുടുംബനാഥ എന്ന് പറയുമ്പോൾ നാഥൻ എന്ന് പറയുന്നതിനൊരു അർത്ഥമുണ്ട്. ഒരു നാഥനില്ലാത്ത കളരി എന്ന് പറയുമല്ലോ, ഇതേപോലെ കുടുംബനാഥൻ എന്ന് പറയുമ്പോൾ അത് ആണായാലും പെണ്ണായാലും സത്യത്തിൽ തൻ്റെ കുടുംബത്തിലെ എല്ലാ ആളുകളെയും ഒരേപോലെ കൊണ്ടു നടക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാൾക്കാണ് കുടുംബനാഥൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഉമ്മ പറഞ്ഞത് മാത്രം കേട്ട് ഭാര്യയോട് മോശമായി പെരുമാറാത്തവനാണ് കുടുംബനാഥൻ. ഭാര്യ പറയുന്നത് കേട്ട് ഉമ്മയോട് മോശമായി പെരുമാറാത്തവനാണ് കുടുംബനാഥൻ. കാരണം ഭാര്യക്കും ഉമ്മക്കും അനിയനും ജേട്ടനും
എല്ലാവർക്കും ഒരു നാഥനായി നിൽക്കാൻ കഴിയുമ്പോഴാണ് കുടുംബത്തിൻ്റെ നാഥനാകുന്നത്. അല്ലെങ്കിൽ പിന്നെ തൻ്റെ കുട്ടികളുടെ മാത്രം നാഥനായിട്ട് മാറും. ആകെ നമുക്ക് 2 മക്കളുണ്ടാവും, ആ മക്കളുടെ മാത്രം നാഥൻ. എന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ നാഥനാകാൻ പറ്റുന്നില്ല. ഇവിടെ കുടുംബനാഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ കുടുംബത്തെ സ്നേഹപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ ലീഡറുടെ പേരാണ് കുടുംബനാഥ. ഉസ്താദുമാരുടെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. സ്വർഗം എന്ന് പറയുന്നത് മാതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ്. ഇത് ഹദീസാണ്. നിങ്ങളുടെ കാലിൻ്റെ ചുവട്ടിലാണ്, അഥവാ മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് ഓരോ മനുഷ്യൻ്റെയും സ്വർഗമെന്ന്. ഇതിനെയും ഗണ്ണിച്ചുകൊണ്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ ഒരു അഭിപ്രായമുണ്ട്. ഞാൻ കൂടുതൽ വായിക്കാറുള്ളത് അവരുടെയൊക്കെ പുസ്തകങ്ങളാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നു, ഒരു മാതാവും ഇത് കണ്ടിട്ട് ആശ്വാസപ്പെടേണ്ടതില്ല. മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് കാണുമ്പോൾ ഞങ്ങൾ എവിടെയോ ഉയരത്തിലാണ് എന്നൊരു മാതാവും ഗണിക്കേണ്ടതില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയാണ്, അത്രയും വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന ബോധമാണ് ഓരോ മാതാവിനും ഉണ്ടാകേണ്ടത്. എന്ന് വെച്ചാൽ മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്നുകൊടുക്കാൻ പറ്റണമെന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്നുകൊടുക്കാൻ പറ്റണം. മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ മക്കളുടെ മുകളിൽ മാതാവിൻ്റെ വ്യക്തിത്വത്തെ അളക്കുമ്പോൾ മക്കളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, മാതാവിൻ്റെ കാൽ ചുവട്ടിൽ നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ ഇതേപോലെ അതിൻ്റെ മുകളിൽ കയറി നിൽക്കണമെങ്കിൽ, തൻ്റെ മാതാവിൻ്റെ കാലിൻ ചുവട് സ്വർഗമാകണമെങ്കിൽ സ്വർഗീയമായ ഒരു ജീവിതത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളായിരിക്കണം മാതാവ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ തോന്നിയത് പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ കുട്ടികളെ വളർത്തി മറ്റുള്ളവർക്കൊക്കെ ചാറ്റും ചെയ്ത് ഏതെങ്കിലും രൂപത്തിൽ വളരുന്ന ഒരാൾക്ക് മാതാവ് എന്ന് വിളിക്കാൻ പാടില്ല. മലയാളത്തിൽ ജനകൻ ജനനി എന്ന പ്രയോഗമുണ്ട്. ജനകൻ എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചവൻ എന്നാണ്, ജനനി എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചവൾ എന്നാണ്. അത് മൃഗങ്ങൾക്കും വേണമെങ്കിൽ പറയാവുന്നതാണ്. മൃഗങ്ങളുടെ പ്രയോഗത്തിൽ അത് ജനകനാണ്, ഇത് ജനനിയാണെന്ന് പറയാം. പക്ഷേ മനുഷ്യരുടെ കാര്യം വരുമ്പോൾ ജനകൻ ജനനി എന്നല്ല പ്രയോഗം, പകരം മാതാവ് പിതാവ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ മൊത്തമുള്ള വളർച്ചയിലും അവൻ്റെ എല്ലാ സങ്കടങ്ങളിലും അവൻ്റെ എല്ലാ സുഖത്തിലും ഒരുപോലെ നല്ല രീതിയിൽ നിന്ന് പോരുന്ന ഒരാൾക്കാണ് മാതാവ് എന്ന് പറയുന്നത്. അപ്പം മാതാവ് എന്നതിന് വലിയൊരു അർത്ഥമുണ്ട്. അങ്ങനൊരു മാതാവാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ്. ഞാൻ എത്രയോ പ്രസംഗങ്ങളിൽ പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ആവർത്തിച്ചു പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. യൂട്യൂബ് കേൾക്കുന്നവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ കേൾക്കാതെ വയസ്സായ ആളുകളുടെ മുമ്പിൽ ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. 2003-2004 മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് കിട്ടിയത് അശ്വിൻ കുമാർ എന്ന് പറയുന്ന കുട്ടിക്കാണ്. അശ്വിൻ കുമാറിന് 1ാം റാങ്ക് കിട്ടി. കുടിലിൽ കഴിയുന്ന മോനാണ്. ആകെയുള്ളത് അവനാകെ ഒരു 10-15 സെൻറ്റ് സ്ഥലവും അതിലൊരു ഉമ്മയും അഥവാ അമ്മയുമാണ്. ഇങ്ങനെ കഴിയുമ്പോഴാണ് അവന് 1ാം റാങ്ക് കിട്ടുന്നത്. അന്ന് കേരള മെഡിക്കൽ എൻട്രൻസാണ്, നീറ്റിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ കേരള മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.25 ലക്ഷം കുട്ടികളാണ് എൻട്രൻസ് എഴുതുന്നത് സാധാരണ കേരളത്തിൽ നിന്ന്. ഈ 1.25 ലക്ഷം കുട്ടികളിൽ നിന്ന് 1.25 ലക്ഷം കുട്ടികളെ പിന്നിലാക്കിയിട്ട് 1ാം സ്ഥാനത്ത് വന്ന ആൾക്ക് വല്ലാത്തൊരു വിലയാണ്. അന്ന് പത്രത്തിലെ ഫ്രണ്ട് പേജിൽ അവൻ്റെ ഫോട്ടോയുണ്ടാകും, അവൻ്റെ അമ്മ അവന് ലഡു കൊടുക്കുന്ന ഫോട്ടോയുണ്ടാകും. മൊത്തം മീഡിയയുടെ ഫോക്കസിങ് ആ കുട്ടിയിലേക്ക് തിരിയും അന്നത്തെ ദിവസം. അങ്ങനെ എല്ലാ പത്രങ്ങളും അതോടൊപ്പം മറ്റുള്ള മീഡിയക്കാരും വീട്ടിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിലൊരു മീഡിയക്കാരൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ മോനെ, നിനക്ക് കിട്ടി 1ാം റാങ്ക് ഉണ്ടല്ലോ, ഇത് നീ ആർക്കാണ് നൽകുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളൊക്കെ ഒരു വിജയം വന്നാൽ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്നാ പറയുക. ആർക്കാണ് ഇത് സബ്മിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇതെൻ്റെ ഗൈഡിന് എന്ന് പറയും, എൻ്റെ സാറിന് എന്ന് പറയും. ചിലരൊക്കെ ചിലപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടിന് എന്ന് പറയും, ചിലരൊക്കെ ഗേൾ ഫ്രണ്ടിന് എന്ന് പറയും. പക്ഷേ ഈ കുട്ടി പറഞ്ഞത് എൻ്റെ അമ്മക്ക് എന്നാണ്. എൻ്റെ 1ാം റാങ്ക് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് എൻ്റെ പാവപ്പെട്ട അമ്മക്ക് എന്നാണ്. ഉടനെ തന്നെ പത്രക്കാരൻ്റെ തിരിച്ചുള്ള ചോദ്യം, ഈസ് യുവർ മദർ എ ഡോക്ടർ? നിൻ്റെ അമ്മ ഡോക്ടറാണോ എന്ന ചോദ്യമാണ്. അവർക്ക് വേണ്ടത് സെൻസേഷണൽ ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ഇതാണ്, നിൻ്റെ അമ്മ ഡോക്ടറാണോ? അവൻ പറഞ്ഞു, അല്ല, വീട്ടിൽ നിന്ന് തിരിയുന്നൊരു പാവം സ്ത്രീയാണ്. വീട്ടിൽ നിന്ന് തിരിയുന്നൊരു പാവം സ്ത്രീ. പിന്നെ എന്തുകൊണ്ടാ മോനെ നീ അമ്മക്ക് ഈ സമ്മാനം കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതായിരിക്കണം നമ്മുടെയൊക്കെ മക്കൾ നമ്മളെക്കുറിച്ച് പറയേണ്ടുന്ന മറുപടി. അവൻ പറഞ്ഞത്, രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് കട്ടൻ ചായ കാച്ചിയിട്ട് പഠിക്കാനിരിക്കുന്ന എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻ്റെ അമ്മക്ക് എൻ്റെ 1ാം റാങ്ക് എന്നതാണ്. എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻ്റെ അമ്മക്ക് +2 കഴിഞ്ഞ് അഥവാ 18-19 വയസ്സുള്ള സമയത്താണ് കുട്ടികൾ എൻട്രൻസ് എക്സാം എഴുതാറുള്ളത്.
ആ 19കാരൻ രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് പഠിക്കാനിരിക്കുമ്പോൾ കട്ടൻ ചായ കാച്ചിയിട്ട് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് അർദ്ധരാത്രി 2 മണിയാണ്, ഉറക്കം ഒഴിയാൻ പാടില്ലാത്ത സമയം, അഥവാ ഒരു മനുഷ്യൻ്റെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് എഴുന്നേറ്റ് തൻ്റെ മകൻ്റെ മുമ്പിൽ കട്ടൻ ചായ കൊണ്ടുവന്ന് വെച്ച് ആ തിരുനെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന, മകൻ ഡോക്ടറാകുന്നതും കാത്തിരിക്കുന്നൊരു പാവം അമ്മയുണ്ട്. ആ അമ്മയ്ക്ക് എൻ്റെ 1ാം റാങ്ക് എന്നാണ് ഈ അശ്വിൻ കുമാർ അന്ന് പറഞ്ഞത്. നമ്മുടെ എത്ര പേരുടെ മക്കൾ അങ്ങനെ പറയുമെന്ന് നമ്മൾ നെഞ്ചിനോട് കൈവച്ച് ചോദിക്കും. നമ്മുടെ സ്വന്തം മക്കളോട് ചോദിച്ചാൽ അവർക്കൊരു പക്ഷേ ഏറ്റവും സ്നേഹം മാതാവിനോട്, ഏറ്റവും വെറുപ്പാരോട് എന്ന് ചോദിച്ചാൽ അതും മാതാവിനോട് എന്നതാണ്. കാരണം മാതാവ് സ്നേഹമുണ്ട് ഉള്ളിൽ, പക്ഷേ വെറുപ്പിക്കലാണ് പുറത്തുള്ളത്. സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കലാണ് പുറത്ത് നടക്കേണ്ടത്. അത് പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത സ്നേഹം വെറുതെയാണ്. നമ്മൾ വിചാരിച്ചങ്ങനെ കൊണ്ടുനടന്നാൽ നല്ല ഉഷാറാകുന്നുള്ളതാണ്. ഇല്ല, മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. ഇളച്ചിനോട് ഭയങ്കര സ്നേഹം ഉണ്ടാവും മൂത്തച്ചിക്ക്, പക്ഷേ പ്രകടിപ്പിക്കൂല. അത് കല്യാണത്തിന് പോകുമ്പോൾ അവൾ പ്രകടിപ്പിക്കും. എങ്ങനെയെന്നറിയാം? 2 ഓട്ടോറിക്ഷ വിളിച്ചിട്ട് രണ്ടാളും കൂടി പോവാം. ഇയാതിട്ട് പോരാ ഞാൻ അതിട്ട് പോകാമെന്നറിയാം. രണ്ടാളും കൂടി ഒന്നിച്ചു പോകില്ല. അപ്പം സത്യത്തിൽ മൂത്തച്ചിയോടുള്ള സ്നേഹം, ഇളയച്ചിയോടുള്ള സ്നേഹം, നാത്തുവിനോടുള്ള സ്നേഹം ഉള്ളിൽ കൊണ്ട് നടന്നാൽ പോരാ, അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. എങ്ങനെ പ്രകടിപ്പിക്കുക? അത് പ്രകടനാത്മകതയാണ്. എന്ന് വരുമ്പോൾ ഉദാഹരണത്തിന് നാത്തുവിന് വരുമ്പോൾ അങ്ങോട്ട് ചെന്ന് സ്വീകരിക്കൽ പ്രകടനാത്മകതയാണ്. അല്ലാതെ അകത്തേക്ക് കയറി വന്നിട്ട് അടുക്കള വരെ നിങ്ങളെ തേടി വരണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ അടുക്കളയിൽ ജോലിയിലാണ്, അപ്പോൾ കുട്ടി വന്നിട്ട് പറയാൻ അതാ അമ്മായി വരണേന്ന്. അമ്മായി വരുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾ അടുക്കളപ്പണി തന്നെ തുടരുകയാണെങ്കിൽ നിങ്ങളും ആ നാത്തൂനും തമ്മിൽ മാനസികമായി എന്തോ പ്രശ്നമുണ്ട്. തൽക്കാലം അടുക്കളപ്പണി നിർത്തിവെച്ചിട്ട് ഡോറ് വരെ വന്നിട്ട് ഒന്ന് വിഷ് ചെയ്ത് പൊയ്ക്കൂടെ? കാരണം നമ്മുടെ വീട്ടിലേക്കല്ലേ കയറി വരുന്നത്. ഇതാണ് പ്രകടനാത്മകത എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ, പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂൾ ഇട്ട് വരുമ്പോൾ, എൻ്റെ അനിയനും ഈ സദസ്സിലുണ്ട്, ഏതായിരുന്നാലും ഞങ്ങളൊക്കെ സ്കൂൾ ഇട്ട് വരുമ്പോൾ ഉമ്മ കാത്തിരിക്കുമായിരുന്നു. 5 മണി നേരത്ത് ഉമ്മയുടെ ചായയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓടി വരാറുണ്ട്. ആ സമയത്ത് കൊലായിൽ വന്നിട്ടാണ് ഞങ്ങളെ സ്വീകരിക്കുക. ബാഗോ അന്നൊക്കെ ഓരോ സഞ്ചിയൊക്കെ ഉണ്ടാവുക, അതൊക്കെ വാങ്ങി വെക്കും. എന്നിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ തരും. ആ സ്നേഹക്കെന്ന് മാതാക്കളിൽ നിന്ന് പോയി. ഇന്ന് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ മെല്ലെ വാതിൽ തുറന്ന്, കോളിംഗ് ബെല്ല് നെക്കിയാൽ പോലും ചിലപ്പം തുറക്കാണ്ടില്ല, വാതിൽ തുറന്ന് അകത്തേക്ക് പോയി കുട്ടികൾ ബാഗൊക്കെ വെച്ച് വന്നാലും ഉമ്മ സോഫയുടെ മൂലയിലിരുന്ന് അല്ലെങ്കിൽ ബെഡ്റൂമിലിരുന്നിട്ട് വാട്സപ്പിലെ ചാറ്റിംഗ് തുടരുകയാകും. പിന്നെ ഏത് മാതൃത്വത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ഈ കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് വരുമ്പോൾ സ്വീകരിക്കലും, സ്കൂൾ വിടാൻ വേണ്ടി പോകുമ്പോൾ ഏതെങ്കിലും, ഞാൻ ഈ മുക്കൻ കുടുംബത്തോടല്ല പറഞ്ഞത്, ഏതെങ്കിലും ഒരു ബസ് ഡ്രൈവറോടോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോടോ ഒരു നേരത്തെ ചിരിക്കു വേണ്ടി മാത്രം ഏതെങ്കിലും ഒരു റോഡരികിലേക്ക് കയറിപ്പോകലല്ല സ്നേഹത്തിൻ്റെ പ്രകടനാത്മകത. പകരം അവരെ മൈൻഡ് ചെയ്യാതെ തൻ്റെ മക്കളെ സ്നേഹപൂർവ്വം പറഞ്ഞയക്കലാണ് സ്നേഹത്തിൻ്റെ പ്രകടനാത്മകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുട്ടികൾ എന്ത് പറയുമ്പോഴും അവരുടേതായ ഒരു സ്വാസ്ഥ്യക്ക് വേണ്ടി കൂടെ നിന്ന് കൊടുക്കുന്ന ഒരു മാതൃത്വമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇത് പറയുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഇന്നത്തെ ആദരം പിടിച്ചു വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ആദരവിന് വേണ്ടി കാത്തിരിക്കുന്ന പഴയ മാതാക്കളുണ്ട്, 60-70 വയസ്സായ. അവർക്ക് ഞാൻ എന്താണ് ഈ പറയുന്നത് എന്ന് ഫ്ലാഷ് ബാക്ക് പോലെ തിരിയും. കാരണം അവരുടെ ജീവിതത്തിൽ മുഴുവനും കഴിഞ്ഞു പോയത് അതാണ്. മകൻ എന്തെങ്കിലും ഒരു കുസൃതി കാണിക്കുമ്പോൾ വാപ്പ ചിലപ്പം പറയും പോടാ വീട്ടിൽ നിന്ന്. അങ്ങനെ ആ കുട്ടി പോകും, ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ട്. പണ്ടത്തെ രീതികൾ അങ്ങനെയാണ്. പക്ഷെ ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടായോ എന്ന് അവൻ്റെ ഓരോ കൂട്ടുകാരോടും അന്വേഷിച്ചിരുന്നു അന്ന് ഉമ്മമാർ. പിൻവാതിലൂടെ കയറി വന്ന് വാപ്പ വഴക്ക് പറഞ്ഞാലും ഈ കുട്ടി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തലയിൽ തലോടിയിട്ട് സാരല്യടാ നിൻ്റെ കുട്ടിക്കും വരുവോടാ നല്ല ഒരു കാലമെന്ന് ഈ പാവം ഉമ്മമാർ എത്രയോ തവണ പറഞ്ഞതാണ്. ഇന്നത്തെ ഉമ്മമാരത് പറയുന്നുണ്ടോ? കുട്ടികളുടെ തലയിൽ തലോടിയിട്ട് സാരല്യടാ എൻ്റെ കുട്ടിക്കും വരും ഒരു നല്ല കാലമെന്ന് പറയുന്ന എത്ര മാതാക്കളുണ്ടാകും ഈ കൂട്ടത്തിൽ? ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വന്നതുമല്ല. ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. നമുക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു കുട്ടിക്ക് നല്ല A+, നല്ല പഠിത്തം, എന്നിട്ട് അവരോട് പറയുന്നു മാത്രമല്ല, അയൽപ്പക്കത്ത് പോയി പറയും, അവിടെ പോയി പറയും, ഇവിടെ പോയി പറയും എൻ്റെ മൂത്ത മോൻ ഭയങ്കര ഉഷാറാണ്, രണ്ടാമത്തോനെ ഒന്നിനും പറ്റൂല. ഇങ്ങനെ ഒന്നിനും പറ്റാത്തവനാക്കി നമ്മുടെ മറ്റുള്ള കുട്ടികളെ മാറ്റിയിരിക്കുക. നേരെ മറിച്ച് പഴയ മാതാക്കൾ പഠിക്കുന്ന സാമർഥ്യമുള്ള കുട്ടികളെ അധികം നോക്കാറുണ്ടായിരുന്നില്ല. പകരം ഒന്നിനും പറ്റാത്ത, ചിലപ്പോൾ വികലാംഗനായ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വൈകല്യമുള്ള ആളെയായിരുന്ന പഴയ മാതാക്കൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ മാതൃത്വത്തിൻ്റെ ട്യൂണിങ് മാറി.
ഏതൊക്കെയോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പഠിപ്പിച്ചിട്ടുള്ള A+ലൂടെ നമ്മൾ കടന്നു പോവാൻ. A+ കിട്ടാത്ത കുട്ടികളൊക്കെ മോശക്കാരെന്ന് നമ്മൾ ചിത്രീകരിക്കുകയാണ്. ആര് പറഞ്ഞു A+ ആണ് ഈ ലോകത്തിൽ ഏറ്റവും വലുതെന്ന്? കുട്ടികളെല്ലാവരും A+ എടുക്കണം, അത് വേറെ കാര്യം. ഒരു പക്ഷേ കുടുംബ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്നത് വിദ്യാർത്ഥികൾക്കാണ്. വിദ്യാർത്ഥികൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്നത് ഹൗ ടു ഗെറ്റ് A+ എന്നതാണ്. എങ്ങനെ A+ കിട്ടുമെന്ന മനഃശാസ്ത്രപരമായ ക്ലാസ് എടുക്കുന്ന അതേ നാക്കുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ, A+ എന്നതല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. A+ കിട്ടുന്ന കുട്ടികൾ മാത്രം നല്ലവർ. ഞാനിപ്പോൾ ഈ A+ൻ്റെ ആഘോഷ പരിപാടിക്ക് പോകാറില്ല. എന്നെ ഒരുപാട് ക്ഷണിക്കാറുണ്ട്. കാരണം ഇതൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ മനസ്സുകൊണ്ട് പടക്കുന്ന കുറേ ഉമ്മമാരും മനസ്സുകൊണ്ട് പടക്കുന്ന കുറേ കുട്ടികളും ഈ സദസ്സിലുണ്ടാകും. അവർ നമുക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ആദരിക്കാം. പക്ഷേ കൂട്ടത്തിൽ ആദരിക്കുമ്പോൾ മനസ്സുകൊണ്ട് പടയുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്കൊരു പ്രചോദനവും അതുകൊണ്ട് കിട്ടുന്നില്ല. A+ വാങ്ങുന്നവർ വാങ്ങട്ടെ, അത് വാങ്ങണമെന്നാണ് നമ്മുടെ ഈ മോഹം. അതെങ്കിലും വാങ്ങണം. പക്ഷെ അതില്ല എന്നതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പിന്നിലാക്കരുത്. ഇപ്പം നമുക്ക് 3 മക്കളുണ്ടെങ്കിൽ അതിലൊരാൾ ദുബായിൽ, ഒരാൾ കുവൈറ്റിൽ, ഒരാൾ സൗദി അറേബ്യയിൽ. അതിൽ സൗദി അറേബ്യയിലുള്ള ആൾ പാവം ഡ്രൈവറാണ്, മറ്റവന് ഭയങ്കര ശമ്പളമുണ്ട്. ഈ സാധു ആകെ അയക്കും ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ 5000 രൂപ. അങ്ങനെ ഈ ആൾ വരുമ്പോൾ ഒരു മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ ഒരു ഉമ്മക്കുണ്ടെങ്കിൽ എന്തായിരിക്കും കാര്യം? അപ്പോൾ സ്വന്തം മക്കളെ അവർ ചിലപ്പോൾ സാമ്പത്തിക സ്വസ്ഥത ഉള്ളവരായാലും ഇല്ലാത്തവരായാലും, ഞാൻ പറയാം ഇല്ലാത്തവർക്ക് കൂടുതൽ കൊടുക്കണം എന്നാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല സമ്പന്നരായ മക്കളുണ്ടെങ്കിൽ അവരെ കൂടെ പോകല്ലേ ഉമ്മമാർ, പകരം ഇല്ലാത്തവൻ്റെ കൂടെ കൂട്. സാമ്പത്തിക സ്ഥിതി കൂടിയവർക്ക് കുറച്ച് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും, അവൻ്റെ പണിയൊക്കെ പോയിക്കോളും. പക്ഷേ അതൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ടാവും, അവരുടെ കൂടെയാണ് കൂടേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, പഴയ ഉമ്മമാർ പറഞ്ഞ വാക്കതായിരുന്നു, സാരല്ലടാ എൻ്റെ കുട്ടിക്കും വരോടാ നല്ല ഒരു കാലമെന്നാണ്. മരിക്കുന്ന സമയത്ത് പോലും ഉമ്മമാരുടെ വ്യാധി തൻ്റെ ഇളയ മോനെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ജോലി കിട്ടാത്ത മോനെക്കുറിച്ചായിരിക്കും. മക്കളെല്ലാവരും കൂടി വിളിച്ചിട്ട് പറയൽ അവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആ സങ്കടമെന്നാണ്. ആ കഥ എന്തേ ഇന്ന് നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ട് മാതാക്കളുടെ ട്യൂണിങ് പോലും മാറി. മാതാവ് മാതാവല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. കണക്ക് കൂട്ടുന്ന തന്ത്രജ്ഞയായി മാതാവ് മാറുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാർക്കിനടിസ്ഥാനപ്പെടുത്തി ആദ്യം, പിന്നെ പണത്തിനടിസ്ഥാനപ്പെടുത്തി, പിന്നെ ആദ്യം മാർക്ക് തരുന്ന കുട്ടികൾക്ക് ഭയങ്കര പ്രോത്സാഹനം, പിന്നെ ജോലി കിട്ടി കൂടുതൽ ശമ്പളമുള്ള ആളുകൾക്ക് പ്രത്യേക പ്രോത്സാഹനം. അങ്ങനെ പോയി പിന്നെ അവനാകട്ടെ ചിലപ്പോൾ നല്ല തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാകും. ഇവൻ്റെ ജോലിയും പ്രയാസവും ഒക്കെ കാരണത്താൽ അത്ര വലിയ സ്കോപ്പുള്ളിടത്തുനിന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം മരുമക്കളോടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെ. നാളൊരു ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിലിരുന്ന് കരയാണ് കൗൺസിലിങ്ങിൽ. ഞാൻ ഇപ്പോൾ കൗൺസിലിംഗ് നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആരും എന്നെ അതിന് വിളിക്കരുത്, അത് ആമുഖമായിട്ട് പറയാം. കൗൺസിലിംഗ് ഒരു ചെറുപ്പക്കാരിരുന്ന് കരയാൻ. എന്താ കാര്യം എന്നറിയോ? അതായത് ഇവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഒരു ഇഷ്ടത്തിലായിരുന്നു, അതിൻ്റെ പേരിൽ അത്ര ഇല്ലാത്തടത്തുനിന്നാണ് കൂടുന്നത്, മറ്റേതുള്ളടത്തുനിന്നാണ് കൂടുന്നത്. എന്നിട്ട് ഇവൻ പറയാണ്, സാറേ അതൊക്കെ കഴിഞ്ഞു, ജീവിതം എങ്ങനെ മുന്നോട്ട് പോവാൻ. പക്ഷേ എൻ്റെ കുട്ടികളെ ഒന്ന് കളിപ്പിക്കുക പോലുമില്ല. എൻ്റെ കുട്ടികളും ജ്യേഷ്ഠൻ്റെ കുട്ടികളും ഒന്നിച്ചിരിക്കുമ്പോൾ ജ്യേഷ്ഠൻ്റെ കുട്ടികളെ മടിയിലിരുത്തി കളിപ്പിക്കും. മറ്റേ കുട്ടികൾ വന്നാൽ നിങ്ങളാണ്ട് പൊയ്ക്കോളി എന്ന് പറയും. ഇതേതു മാതൃത്വമാണ്? അവിടെ പേരക്കുട്ടികൾക്കിടയിൽ നമുക്ക് ചിലപ്പോൾ 8 പേരക്കുട്ടികളുണ്ടാകും, 9 പേരക്കുട്ടികളുണ്ടാകും. എല്ലാവരും കൂടി നമ്മളെ കാണുമ്പോഴേക്ക് ഓടിയെടുക്കുന്ന മാതൃത്വമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ആ പിതൃത്വമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഒരു വല്യമ്മാനെ കാണുമ്പോൾ ചില കുട്ടികൾക്ക് സന്തോഷം, ചില കുട്ടികൾക്ക് ദുഃഖം. ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ നമ്മളൊരു കുടുംബനാഥയല്ല. നമുക്ക് 9 പേരക്കിടാങ്ങളുണ്ടെങ്കിൽ 9 പേരും നമ്മളെ കാണുമ്പോൾ വല്യമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരണം. അതാണ് ശരിക്കും മാതൃത്വം, അതാണ് കുടുംബനാഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ അതാരുടെ ഭാഗത്ത് നിന്നാണ് എന്ന് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓരോ സ്ത്രീകൾക്കും ഉണ്ടാകണം. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കല്ല, ഇനി ഈ ഭാഗം ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഈ മോൻ ഇങ്ങനെ പറയുന്നത് എന്ന് ഉമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നത് എന്ന്. കാരണം മരുമകളുടെ ഒരവസ്ഥയെ ഉമ്മമാർക്ക് അറിയൂ. ഒരു പുരുഷൻ 1000 PhD എടുത്താലും സ്ത്രീകളുടെ അവസ്ഥ നമുക്കറിയാൻ കഴിയില്ല. സ്ത്രീകളുടെ അവസ്ഥ അറിയണമെങ്കിൽ അത് ഉമ്മമാർക്ക് അറിയൂ. ഇപ്പം ചില ആൾക്കാരൊക്കെ ഉമ്മാമ്മമാരെ വിട്ടിട്ട് കുട്ടികളെയും കൊണ്ട് വേറെ താമസിക്കാൻ തുടങ്ങി. ഉമ്മാമ്മമാർക്ക് നല്ല പാഠങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. ഉമ്മാമ്മമാരുടെ ചില വാല്യൂസ് ഉണ്ട്, ചില എത്തിക്സ് ഉണ്ട്. എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ ഒരു കഥയുണ്ടോയെന്ന്. ഞാൻ ഇന്നും അത് തെളിവായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ചെറുപ്പത്തിൽ നമ്മൾ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതെൻ്റെ വല്യപ്പയാണ് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത്. അതെന്തെന്ന് ചോദിച്ചാൽ, പണ്ട് ഏതോ ഒരു കബറ് മാന്തിയപ്പോൾ, ഞാൻ എൻ്റെ തെളിവ് ഇതുവരെ കണ്ടിട്ടില്ല, ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഹാജരാക്കാം, അതുകൊണ്ട് ഞാൻ തെളിവ് കാണുന്നത് വരെ ഞാനത് വിശ്വസിക്കില്ല. ഏതായിരുന്നാലും ശരി, ഒരു കബറ് മാന്തിയപ്പോൾ ഒരാളുടെ പല്ലിൻ്റെ ഭാഗത്ത് നിന്ന്
കുറച്ച് എന്തോ ഒരു ചലം പോലെ അല്ലെങ്കിൽ എന്താ പറയുക മോശപ്പെട്ടത് ഇങ്ങനെ വരുന്നത് കണ്ടു. അപ്പോൾ അതിലൊരു കൊള്ളിയിരിക്കുന്നതും കണ്ടു. അങ്ങനെ ഏതാണ്ട് ആ കൊള്ളിയിരിക്കുന്നത് കണ്ട ആളുകളൊക്കെ ചർച്ച നടത്തിയപ്പോൾ അയാൾക്കൊരു ശീലമുണ്ടായിരുന്നത്രേ. അഥവാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഓലയിൽ നിന്ന് ഈർക്കിളി എടുത്തിട്ട് കുത്തുന്ന ഒരു ശീലമെന്ന് കുഞ്ഞുനാളിൽ ചെറുപ്പത്തിൽ ഉപ്പാപ്പ പറഞ്ഞു തന്നൊരു കഥയാണ്. അതുള്ളതാണോ ഇല്ലാത്തതാണോ എനിക്കറിഞ്ഞുകൂടാ. അല്ലാഹു ആലം ബി മുറാദി. ഏതായിരുന്നാലും ശരി, അങ്ങനെ ആ കഥ അങ്ങനെ കഴിഞ്ഞു. കുട്ടിക്കാലത്ത് നമുക്ക് പറഞ്ഞു തന്നതാണ്. ഇപ്പോഴും നമ്മുടെ ഒരു അവസ്ഥ, ഞാൻ ഭയങ്കര വാല്യൂസും എത്തിക്സും ഒന്നുള്ള ആളൊന്നുമല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അറിയാതെ ഈർക്കിളെടുക്കേണ്ടി വരുമ്പോൾ, ഏതെങ്കിലുമൊക്കെ കല്യാണപ്പൂട്ടെന്നൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ടാവുമല്ലോ പല്ലൊന്ന് ചെറുതായിട്ട് കുത്തുന്നൊരു സ്വഭാവം. പക്ഷെ അതെടുക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോഴേക്കും ഉപ്പാപ്പ കുഞ്ഞുനാളിൽ പറഞ്ഞു തന്ന കഥ എനിക്ക് ഓർമ്മ വരും. അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും അത് സാരല്ലേ പാപ്പ പറഞ്ഞു തന്ന കഥ ഇല്ലാത്തതാണെന്ന് വിചാരിച്ച് ഞാനത് ഒഴിവാക്കാൻ നിന്നിട്ടില്ല. ആ കഥയിൽ ഒരു സത്തുണ്ടെന്ന് മനസ്സിലാക്കി പരമാവധി അത് ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വല്യമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ, വല്യപ്പമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ, ആ കഥകളാണ് കുട്ടികൾക്ക് പൊട്ടൻഷ്യൽ സ്റ്റോറീസ് ആയിട്ട് നിൽക്കുക. പൊട്ടൻഷ്യൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ പഞ്ചുള്ള കഥകളായിട്ട് നിൽക്കണമെങ്കിൽ ഉമ്മമാർ കഥ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ആ പ്രകൃതത്തിന് പറ്റിയ ഉമ്മമാർ കഥ പറഞ്ഞു കൊടുക്കണം. ഉമ്മമാർ മെല്ലെ ഇരുത്തി. ഇപ്പം ഇന്ന് മുഹറം 10, ഇന്നലെ മുഹറം 9, ചെറിയൊരു കൺഫ്യൂഷൻ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും ശരി, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 ഞാൻ നോമ്പുകാരനായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നതും. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ മുഹറമിനെ കുറിച്ച് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തോ? ഉസ്താദുമാരുടെ വാലിനപ്പുറം ഒരു ഉമ്മ ഇരുന്ന് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? എന്തായിരുന്നു മുഹറം 10? പ്രത്യേകിച്ച് മുഹറം 10ന്റെ പ്രത്യേകത മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ ഫിറഔനും തമ്മിലുള്ള ആ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ അവസാനം ബനൂ ഇസ്രായേൽ ഗോത്രങ്ങൾ ആ വരുന്നതൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു. കടലിൻ്റെ ഓരത്ത് വന്ന് നിൽക്കുന്നത്, മുമ്പിലാകട്ടെ ചെങ്കടലാണ്. അവിടെ പോയവർക്കറിയാം എന്താ അതിൻ്റെ അവസ്ഥ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ. ആ കടലിൻ്റെ അപ്പുറത്ത് അവിടെ തന്നെയാണ് ആ നദിയും ഒന്ന് ചേരുന്നത്. അങ്ങനെ നദിയിൽ മുങ്ങി മരിക്കാൻ, അല്ലെങ്കിൽ കടലോരത്ത് അതിൻ്റെ നടുക്കിലൂടെ പോകണം, എന്നിട്ട് നദിയിലൂടെ കയറി പോരണം. നദിയും കടലും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണത്. നൈൽ നദിയുടെ തീരം. ആ നദിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ ആ സമയത്ത് തൻ്റെ പിന്നിലുള്ളത് ഫിറഔനും സംഘവുമാണ്. ഇന്ന് ആ ദിവസമാണ് മുഹറം 10ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പ്രത്യേകതയാണ് ആ ദിവസം നടന്നത്. അതാണ്. മറ്റു ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ അങ്ങനെ ബനൂ ഇസ്രായേൽ സംഘത്തെ കൂട്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് കൂടെയുള്ളത്. പിന്നിലാകട്ടെ ഫിറഔനും സംഘവും കടന്നു വരുന്നു. ഫിറഔനാകട്ടെ ആജാനുബാഹുവാൻ, ഒരുപാട് ഹൈറ്റുള്ള, ഭയങ്കര വീതിയുള്ള, കണ്ണുകൾ ഉള്ളിലേക്ക് കുഴിഞ്ഞ, അതോടൊപ്പം തന്നെ വക്രീകരിച്ച മുഖമുള്ള, അത്ര സ്റ്റൈലനല്ലാത്ത ഒരാളാണ്. കണ്ടാൽ തന്നെ ഭീകരൻ. അതാണ് ശരിക്കും ഫിറഔൻ എന്ന് പറഞ്ഞാൽ. ഫിറഔനെ കണ്ടാൽ തന്നെ പേടി. അതേപോലെയുള്ള അവരുടെ ഗോത്രത്തിന് പറയുന്ന പേര് തന്നെ ബനൂ ഇസ്രായേൽ എന്നതല്ല, ഖിബ്തികൾ എന്നതാണ്. ഖിബ്തികൾ വലിയ ആജാനുബാഹുക്കളാണ്. ഖിബ്തികൾ പിന്നാലെ വരികയാണ്, ബനൂ ഇസ്രായേൽ മുന്നാലെ സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് കടലിൻ്റെ ഓരത്ത് വരുമ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ പിടിക്കപ്പെട്ടില്ലയോ? ഇന്നാല മുദ്റക്കൂൻ, തീർച്ചയായിട്ടും നമ്മൾ പിടിക്കപ്പെട്ടില്ലയോ? നമ്മളവർ പിടിക്കൂലേ? നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? ഞങ്ങളെ കൊണ്ടുവന്നിട്ട് കടലിൻ്റെയും ഈ കാണുന്ന ചെകുത്താന്മാരുടെയും ഇടക്ക് നിങ്ങൾ നിർത്തുകയോ എന്നാണ് ചോദിച്ചത്. വല്ലാത്തൊരു ചോദ്യമാണ്. ആ സമയത്ത് പറയുന്നൊരു മറുപടിയുണ്ട്, ഇല്ല കല്ല ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, തീർച്ചയായിട്ടും അങ്ങനെയല്ല, എൻ്റെ അല്ലാഹു എന്നോടൊപ്പമുണ്ട്. പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നോട്ടെ, മുമ്പിലിതാ കടലുമുണ്ടാകട്ടെ, ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ അല്ലാഹു ഉണ്ട് എന്നാണ്. നമ്മളുടെ എല്ലാവരുടെ കൂടെയും എന്ന് പറഞ്ഞില്ല. ഇവിടെയാണ് ഉമ്മത്തെ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമ്മത്തെ മൂസയും അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ള വ്യത്യാസം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എൻ്റെ കൂടെ അല്ലാഹു ഉണ്ട് എന്നാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടി ഇതേപോലൊരു യാത്രാവേളയിൽ വല്ലാതെ ഭയപ്പെട്ട് സൗർ ഗുഹയിൽ കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ മറുപടി അല്ല, നമ്മളോടൊപ്പം അല്ലാഹു ഉണ്ട് എന്നതാണ്, എന്നോടൊപ്പമുണ്ട് എന്നതല്ല, അഥവാ നമ്മളോടൊപ്പമുണ്ട് എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന രംഗം നിങ്ങൾ കുട്ടികൾക്ക് പുലിമുരുകൻ കാണിച്ചു കൊടുക്കുമത്രേ, നിങ്ങൾ കുട്ടികൾക്ക് മറ്റുള്ളത് കാണിച്ചു കൊടുക്കുമത്രേ. അവരുടെ മനസ്സിൽ മുഴുവൻ ഹീറോ ഇപ്പോൾ പുലിമുരുകനാണ്. അഥവാ ഒരു പുലിയെ കൊണ്ടുവന്ന് ഏകദേശം 6 മാസത്തോളം ട്രെയിനിങ് കൊടുത്ത് അതിൻ്റെ പല്ലുകൾക്കൊക്കെ ക്ലിപ്പിട്ട് കൊടുത്ത് അങ്ങനെ ഏകദേശം വിദേശ രാജ്യത്തിൽ നിന്ന് സ്റ്റണ്ട് മാസ്റ്ററേയും കൊണ്ടുവന്ന് മോഹൻലാലിൻ്റെ ആ തടി വെച്ചിട്ട് ഏതൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഡ്യൂപ്ലിക്കേറ്റായി തൻ്റെ ഓരോ സമയത്തും അഭിനയിച്ചതിനെ ഇന്ന് കുട്ടികൾ തൻ്റെ നെഞ്ചോട് ചേർത്തുവെങ്കിൽ
ഈ ഒരു ഹീറോയിസത്തിനെ നമ്മൾ എന്തേ പറയാതെ വിട്ടത്? അഥവാ തന്റെ പിന്നിൽ വരുന്നത് ഏകദേശം സ്റ്റണ്ട് മാസ്റ്റർമാരുടെ കൂടെയുള്ള 8-10 ആളുകളല്ല, 1 ലക്ഷത്തിലേറെ ആളുകൾ ഇപ്പുറത്ത്, 12 ലക്ഷത്തിലേറെ ആളുകൾ പിന്നാമ്പുറത്ത്. ഈ 12 ലക്ഷം വരുന്ന ആളുകളോട് എങ്ങനെയാണ് ഏറ്റുമുട്ടുക? ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മക്കളൊന്ന് പകച്ചു നിൽക്കണം. ആ കഥ പറഞ്ഞു കൊടുക്കേണ്ടുന്ന ദിനമാണ് ഇന്ന്. ആ ഹീറോയിസത്തിലേക്ക് മൂസാ നബിയെ കൊണ്ടുപോകേണ്ടുന്ന സമയമാണ് ഇന്ന്. നമ്മളിൽ എത്ര പേരത് ചെയ്തു കൊടുത്തിട്ടുണ്ട്? ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മാതൃത്വത്തിന് അഥവാ നമ്മുടെ കുടുംബനാഥ എന്ന പ്രയോഗത്തിന് എവിടെയോ ഒരു പ്രശ്നമുണ്ട് എന്നാണ്. ഇന്നും ഈ മുഹറം 10 കഴിഞ്ഞിട്ടും മൂസാ നബിയേക്കാൾ അവരുടെ ഹൃദയത്തിൽ പുലിമുരുകൻ ജീവിക്കുന്നുവെങ്കിൽ, മൂസാ നബിയേക്കാൾ അവരുടെ ഹൃദയത്തിൽ വേറെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മളെന്ന മാതൃത്വത്തിന്, നമ്മുടെ പിതൃത്വത്തിന് എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ പ്രോസസ്സിങ്ങിനെ ഞാൻ പറയുന്നില്ല, പകരം നമ്മുടെ കൾച്ചറിൽ എവിടെയോ ഒരു പ്രശ്നമുണ്ട് എന്നത് തന്നെയാണ്. ആ കഥ പറഞ്ഞു കൊടുക്കേണ്ടത് ഉമ്മാമ്മമാരാണ് കൂടുതലും. കാരണം ഉമ്മാമ്മമാരുടെ ഇടയിൽ താടയിൽ കൈവച്ചുകൊണ്ട് കഥ കേൾക്കാൻ പാവം പേരക്കുട്ടികൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. സ്നേഹത്തോടെ അടിക്കാറില്ല ഉമ്മാമ്മമാരെ കുട്ടികളെ. അടിച്ചാത്തതിനൊരു ചെറിയ കൊട്ടേ കൊട്ടുള്ളൂ. കാരണം അവരവരുടെ മക്കളെ അടിച്ചതുപോലെ ഒരിക്കലും പേരക്കുട്ടികളെ അടിക്കാറില്ല. വല്യപ്പന്മാർ അധികം പേരക്കുട്ടികളെ അടിക്കാറില്ല. മക്കളെ അടിച്ചിട്ടുണ്ടാകും, പക്ഷേ പേരക്കുട്ടികളെ അടിക്കാൻ അധികം അനുവദിക്കാറില്ല. അതിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്. കാരണം 40-50 ഒക്കെ കഴിഞ്ഞാൽ സൈക്ലിക്കൽ ലിവജേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്തോറും കുട്ടിയായ മനസ്സിലേക്ക് നമ്മൾ മടങ്ങും. അഥവാ കുട്ടിയുടെയും പ്രായമുള്ളവരുടെയും മനസ്സൊന്നായിരിക്കും. അതുകൊണ്ട് അവർ തമ്മിലുള്ള റാപ്പോ, ഇംഗ്ലീഷിൽ അതിന് റാപ്പോ എന്ന്, റാപ്പോട്ട് എന്ന് എഴുതും, പക്ഷേ റാപ്പോ എന്നേ പറയൂ. ഞാൻ തിരിയുന്ന നല്ലോണം 80% ആൾക്കാർക്ക് അത് മനസ്സിലാകും, തിരിയാത്തവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവരും പരിഗണിച്ച് സംസാരിക്കണമല്ലോ, അതുകൊണ്ടാണ്. റാപ്പോ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള മനസ്സിലാക്കാനുള്ള ബന്ധം എന്നതാണ്. ആ റാപ്പോ ഉമ്മാമയും പേരക്കുട്ടികളും തമ്മിലുള്ള ബന്ധം പോലെ ഒരിക്കലും ഉമ്മാക്കും മക്കൾക്കും കഴിയില്ല. കാരണം ഉമ്മാക്ക് ഉത്തരവാദിത്തമുണ്ട്. ഏകദേശം 14 മണിക്കൂർ നിങ്ങൾ അടുക്കളയിലാണ്. കുട്ടി വന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് മാറ്, അല്ലെങ്കിൽ അതിലൂടെ നടക്കരുത്, ഞാൻ തുടക്കുകയാണ് എന്ന് പറയും. നിങ്ങളൊരു മോപ്പിട്ട് തുടക്കുണ്ടാവും. കുട്ടി അതിലൂടെ ഒന്ന് പോയാൽ ചിലപ്പോൾ മോപ്പ് തല മാറിയിട്ട് നിങ്ങളെ കുട്ടി അടിക്കുകയും ചെയ്യും. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ടൈൽസാണ് ഏറ്റവും വലുത്. നിങ്ങളുടെ ഈ കാണുന്ന ഓരോ പളപ്പളപ്പുള്ള പിന്നെ മറ്റുള്ള എന്താ പറയുക മാർബിൾസുമാണ് നിങ്ങൾക്ക് പ്രധാനം. പക്ഷെ ഉമ്മാമ്മയെ സംബന്ധിച്ചിടത്തോളം വീടധികമൊന്നും പളപളപ്പില്ലെങ്കിലും പേരക്കുട്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ ഉമ്മാമ്മമാരോട് എപ്പോഴാണോ നമ്മൾ അനിഷേധ്യമായ രീതിയിൽ സ്നേഹം കൊടുക്കാതെ പോകുന്നത്, അപ്പോഴാണ് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സ്നേഹമുണ്ട്, അത് കൊടുക്കാൻ പറ്റാതെ പോകുന്നത് നമ്മുടെ കൾച്ചർ ഇല്ലാതെയാകുന്നു എന്നാണ് അർത്ഥം.